ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, കോൺസെപ്റ്റ് റിവിഷനിൽ നമ്മുടെ ബയോളജിയിലെ അടുത്ത ചാപ്റ്റർ ആയ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഓരോരുത്തരും കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളെല്ലാം തന്നെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ നമ്മൾ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ക്വിക്കായിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ, റെഡി, തുടങ്ങാലോ. ഓക്കെ, ഒന്നുകൂടി നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ചാപ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ. എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് പാർട്സ് ഇൻ പ്ലാന്റ്സ്, പ്ലാന്റിലെ റീപ്രൊഡക്ഷൻ, then reproductive system in human beings, secondary sexual characters, asexual versus sexual reproduction, reproductive health. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കീ ഏരിയാസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ. അങ്ങനെയാണ് ആദ്യം തന്നെ എന്താണ് റീപ്രൊഡക്ഷൻ. നമുക്കറിയാം, സന്താന ഉൽപാദനമാണ് റീപ്രൊഡക്ഷൻ. പുതിയ സന്താനങ്ങളെ, പുതിയ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ. ഹ്യൂമൻ ബീങ്സ് പ്രൊഡ്യൂസ് humans only, dogs produce dog only, puppy, cat produce cat only, kitten, correct? So മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾ, അല്ലെ, കുട്ടികൾ ഉണ്ടാകുന്ന പ്രക്രിയ, അതാണ് റീപ്രൊഡക്ഷൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സിമിലർ കൈൻഡ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസം ഓഫ് സിമിലർ കൈൻഡ് എന്ന് ഓർത്തു വെക്കണം, അല്ലെ. കാറ്റ് പ്രൊഡ്യൂസ് ഓൺലി കാറ്റ്, ഡോഗ് പ്രൊഡ്യൂസ് ഓൺലി ഡോഗ്, അല്ലെ, ശരിയല്ലേ? ഇനി എന്തിനാണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ഓഫ് ജനറേഷൻ, അല്ലെ. കണ്ടിന്യൂവേഷൻ ഓഫ് ജനറേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. കണ്ടിന്യൂവേഷൻ ഓഫ് സ്പീഷീസ്, സ്പീഷീസ് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യും റീപ്രൊഡക്ഷൻ പ്രോസസ്. സോ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ പറയേണ്ടത്. റിക്വയർഡ് ഫോർ സർവൈവൽ ഓഫ് ദ സ്പീഷീസ്. ഓർത്തു വെക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്ഷൻ രണ്ട് തരത്തിലുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് മാത്രം ആവശ്യമുള്ള, ഗമീറ്റുകളെ ഒന്നും തന്നെ ഫോം ചെയ്യേണ്ട കാര്യമില്ലാത്ത, ഗമീറ്റുകൾ ആവശ്യമില്ലാത്ത ഒരു പാരന്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഓൺലി വൺ പാരന്റ് ഈസ് ഇൻവോൾവ്, DNA കോപ്പിംഗ് ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ DNA കോപ്പി ചെയ്യപ്പെടുന്നു. അതായത് ഒരു പാരന്റിൽ DNA തന്നെയാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. ആ കോപ്പി ചെയ്യപ്പെടുന്ന സമയത്ത് ഇററുകൾ എക്സാക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യപ്പെടുന്നില്ല, ചെറിയ തോതിലുള്ള ഇറേഴ്സ് ഉണ്ടാവും. ഓസ്പ്രിംഗ് DNAയിലേക്ക് വരുമ്പോൾ ചെറിയ തോതിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ വേരിയേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ഏതുതരം റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സെക്ഷുവൽ ആയിക്കോട്ടെ, അസെക്ഷുവൽ ആയിക്കോട്ടെ, DNA കോപ്പി ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ വേരിയേഷൻ വളരെ 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 കുറവായിരിക്കും. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ വളരെ 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 കൂടുതലുമായിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. അടുത്ത അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വ്യത്യസ്ത ജീവികളിൽ നടക്കുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. ആദ്യം തന്നെ ഫിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഷൻ തന്നെ ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ബൈനറി എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒരു പാരന്റ് ഓർഗാനിസം രണ്ട് ഡോട്ടർ സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യമാണ്. ഉദാഹരണം അമീബ, ലേഷ്മാനിയുടെ കേസിൽ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ്. അമീബയുടെ കേസിൽ നോക്കി, ഇത് അമീബയാണ്. അമീബക്ക് പ്രത്യേകം ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. അമീബയുടെ കേസിൽ അമീബയുടെ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യും, 2 ന്യൂക്ലിയസ് ആവുന്നു. പിന്നീട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ അമീബ സെല്ലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരന്റ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ അമീബ സെല്ലുകൾ അവിടെ ഫോം ചെയ്തു. അതിനെ നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പേരിട്ട് വിളിച്ചു. ഇനി
മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയം അണ്ടർഗോ ചെയ്തതും ഫിഷൻ തന്നെയാണ്. അത് ഒരു സെല്ല് അതിനകത്തുള്ള ന്യൂക്ലിയസുകളൊക്കെ തന്നെ ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയസ് ചുറ്റും എൻവലപ്പ് ഡെവലപ്പ് ചെയ്ത് പുറത്തൊരു സിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ടായി. ആ സിസ്റ്റ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സെല്ലുകൾ അവിടെ പ്ലാസ്മോഡിയം സെല്ലുകൾ ഫോം ചെയ്യാണ്. അപ്പൊ ഒരു സെല്ലിൽ നിന്ന് തന്നെ ഒന്നിലധികം സെല്ലുകൾ ഫോം ചെയ്യുന്നതുകൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വിളിക്കാൻ നമ്മൾ താല്പര്യപ്പെടണം. സോ ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും പേര് പോലെ തന്നെ അതിന്റെ അർത്ഥവും വളരെ വ്യക്തമാണ്. ബയോളജിയുടെ ഒരു ബ്യൂട്ടി തന്നെ, ബയോളജിയുടെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണ്. നമ്മൾ ടേം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് തന്നെ ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും. അതാണ് ബയോളജിയുടെ പ്രത്യേകത. അടുത്തത് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് അണ്ടർഗോ ചെയ്യുന്നത് ഹൈഡ്ര അണ്ടർഗോ ചെയ്യുന്നുണ്ട്, പിന്നെ ഈസ്റ്റ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹൈഡ്രയെ ഉദാഹരണം എടുത്താൽ ഇത് പാരന്റ് ഹൈഡ്രയാണ്. ഇതാണ് നമ്മുടെ പാരന്റ് ഹൈഡ്ര. ഈ പാരന്റ് ഹൈഡ്രയുടെ ലാറ്ററൽ സൈഡ്സ്, അതായത് സൈഡിൽ നിന്ന് ഒരു ചെറിയ മുകുളനം, ഒരു ചെറിയ ബഡ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഔട്ട് ഗ്രോത്തിനെയാണ് നമ്മൾ ബഡ് എന്ന് പറയും. ഈ ഔട്ട് ഗ്രോത്ത് ഈ പാരന്റൽ ബോഡിയിൽ നിന്നുകൊണ്ട് തന്നെ വളരും. ഓക്കെ, ദി ഔട്ട് ഗ്രോത്ത് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ് അറ്റാച്ച്ഡ് ടു ദി പാരന്റ് ബോഡി. പാരന്റ് ബോഡിയിൽ അറ്റാച്ച്ഡ് ആയ അവസ്ഥയിൽ തന്നെ ബഡ് സ്റ്റാർട്ട് ഗ്രോയിങ് and gets developed ഒരു കംപ്ലീറ്റ് ഹൈഡ്ര ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യും. ടെന്റക്കിൾസും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്, it get detached from the parent body and the new hydra will live independently. So ഇതാണ് ബഡ് അല്ലെങ്കിൽ ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അവിടെ നിങ്ങൾക്ക് കാണാം ഡെവലപ്മെന്റ് ഓഫ് ബഡ് ഫസ്റ്റ് ആണ്. മെച്യൂർ ബഡ് ഡിറ്റാച്ചസ്, ഇൻഡിപെൻഡന്റ് ഓഫ്സ്പ്രിംഗ് ആയിട്ട് അത് മാറുകയാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബഡ്ഡിംഗ്. ഇനി അടുത്തൊരു asexual method of reproduction fragmentation ആണ്. Fragmentation is executed by a green algae Spirogyra. Spirogyra filamentous algae ആണ്. ഫിലമെന്റ് പോലെ കാണും, മുടിനാരുകൾ പോലെ കാണും, ഫിലമെന്റ് പോലെ. ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന വേർഡ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ ഫ്രാഗ്മെന്റ്സ് എന്ന് തന്നെയാണ് അർത്ഥം അല്ലെ. ഈ നാരുപോലുള്ള ഫിലമെന്റസ് ആയിട്ടുള്ള ഈ ആൽഗെ സ്പൈറോഗൈറെ കഷ്ണങ്ങളാവുകയാണ്. അങ്ങനെ കഷ്ണങ്ങളായി 1, 2, 3 കഷ്ണങ്ങളായി മാറുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ 3 കഷ്ണങ്ങളും ഒരു പുതിയ ഓർഗാനിസമായിട്ട് പുതിയ ഒരു സ്പൈറോഗൈറയായി മാറുന്ന സാഹചര്യമാണ് ഫ്രാഗ്മെന്റേഷൻ. ഓരോ ഫ്രാഗ്മെന്റ്സും പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇറ്റ് ഒക്കർ ലോവർ പ്ലാന്റ്സ് ഒരു ആൽഗയാണ്. പ്ലാന്റ് കിൻഡത്തിലെ ആൽഗകളാണ് ഏറ്റവും ലോവർ ആയിട്ട് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഉദാഹരണം സ്പൈറോഗൈറ, ഇറ്റ്സ് എ ആൽഗെ ഓൺലി, ഗ്രീൻ ആൽഗെ. അടുത്തത് റീജനറേഷൻ. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഒരു പാർട്ട് ഉണ്ടായിരുന്നു, ആ പാർട്ട് എന്തോ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ പുതുതായി അത് വന്നു എന്നുള്ളതാണ് റീജനറേഷൻ. അതായത് പാരന്റ് ബോഡി, ഇവിടെ നമുക്ക് പ്ലനേറിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പ്ലനേറിയ ആ പാരന്റ് ബോഡി കഷ്ണങ്ങളായി, എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അത് കഷ്ണങ്ങളായി മാറി. അങ്ങനെ 3 കഷ്ണങ്ങളായി മാറി. എവിടെ നിന്നാണോ മുറിഞ്ഞത്, ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് പോർഷനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് റീജിയൻ ആണ്, ബാക്കിയൊക്കെ മുറിഞ്ഞുപോയി. ആ മുറിഞ്ഞുപോയ ഭാഗങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കപ്പെടുന്നു. പല്ലിയുടെ വാല് മുറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? വീണ്ടും ആ വാല് റീജനറേറ്റ് ചെയ്തു വന്നു എന്ന് നമുക്ക് പറയാം. മനുഷ്യനിൽ കരൾ, ലിവർ ഇതുപോലെ തന്നെ റീജനറേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഓർഗനാണ്. കരളിന്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ച് മറ്റൊരാൾക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ മുറിച്ചു മാറ്റപ്പെട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം റീജനറേറ്റ് ചെയ്തു വരും, ഹെപ്പാറ്റിക് സെൽസ്.
അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ പ്ലനേറിയയുടെ കേസിൽ എവിടുന്നാണോ മുറിഞ്ഞത് ആ ബാക്കിയുള്ള ഭാഗം റീജനറേറ്റ് ചെയ്ത് വരും. ഇപ്പൊ രണ്ടാമത്തെ പിന്നെ ഈ ഒരു ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മിഡിൽ പീസ് മാത്രമേ ഉള്ളൂ. മുകളിലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും? മുകളിലുള്ള ഭാഗങ്ങൾ റീജനറേറ്റ് ചെയ്യും, താഴെയുള്ള ഭാഗങ്ങൾ റീജനറേറ്റ് ചെയ്യും. അങ്ങനെ 3 പ്ലനേറിയ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ പാരന്റ് ഈസ് കട്ട്, ഈച്ച് പീസ് ബിക്കം എ ന്യൂ ഇൻഡിവിജ്വൽ. ടേക്ക് പ്ലേസ് ഇൻ മോസ്റ്റ് അനിമൽ, റീഗ്രോസ് ദ മിസ്സിംഗ് പാർട്ട്. മിസ്സിംഗ് പാർട്ട് റീഗ്രോ ചെയ്യുന്നു, റീഗ്രോത്ത് സംഭവിക്കുകയാണ്. മറ്റത് ഫ്രാഗ്മെന്റേഷൻ, ഓരോ ഫ്രാഗ്മെന്റുകൾ ഇൻഡിവിജ്വലായി മാറുകയാണ്. വ്യത്യാസങ്ങളുണ്ട്, രണ്ടും ഒരുപോലെ അല്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും രണ്ടും ഒരുപോലെ അല്ല. അടുത്തത് സ്പോർ ഫോർമേഷൻ. സ്പോറുകൾ ഉണ്ടാക്കുക, രേണുക്കൾ ഉണ്ടാക്കുക, ഫംഗസുകൾ ചെയ്യുന്ന പ്രധാന പരിപാടി. റൈസോപ്പസ് എന്ന ബ്രെഡ് മോൾഡ്, ബ്രെഡിലെ പൂപ്പൽ വൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം, ചിലപ്പോൾ ഗ്രീനിഷ് കളറിലൊക്കെ തന്നെ വരും. ഇത് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ മുകളിലായിട്ട് സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറുകൾ ഉണ്ടാവും. ഈ സ്പോറുകൾ എന്ത് ചെയ്യും? സ്പൊറാഞ്ചിയം പൊട്ടുമ്പോൾ ഈ സ്പോറുകൾ പൊട്ടി പുറത്തേക്ക് വന്ന് അത് എവിടെയെങ്കിലുമായി വീഴും. ആ വീഴുന്ന സ്ഥലം ഫേവറബിൾ കണ്ടീഷൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ, മോയ്സ്ചർ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്പോറുകളിൽ നിന്ന് പുതിയ ഫംഗസ് ഡെവലപ്പ് ചെയ്ത് വരും. ഇതാണ് സ്പോർ ഫോർമേഷൻ. ഈ സ്പോറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അൺഫേവറബിൾ കണ്ടീഷൻസിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്പോറുകൾക്കുണ്ട് എന്നുള്ളതാണ് സ്പോറിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. അതാണ് ഇവിടെ പറയുന്ന സ്പോർ ഫോർമേഷൻ. റിലീസ് ഓഫ് സ്പോർ ആണ്. ആ സ്പോറുകളാണ് പുതിയ ഓസ്പ്രിങ് ആവുക. അത് ഫേവറബിൾ കണ്ടീഷനിലാണ് കേട്ടോ. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ് അത് ഓസ്പ്രിങ് ആയിട്ട് മാറുക. ഫേവറബിൾ കണ്ടീഷൻ, മോയ്സ്ചറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന് കിട്ടണം. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻസ് ലഭിക്കുമ്പോൾ അത് പുതിയ ഓർഗാനിസമായി മാറും. സ്പോർസ് ക്യാൻ സർവൈവ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷന് സ്പോറുകൾക്ക് ഡാമേജ് സംഭവിക്കുക വെച്ചാൽ ഇല്ല. അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറുകൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഈ കണ്ടീഷൻ ഫേവറബിൾ ആവുമ്പോൾ അവർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഓസ്പ്രിങ് ആയി മാറുകയും ചെയ്യുന്നു. അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്. അപ്പോൾ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണെങ്കിലും ഈ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്ലിക്കബിൾ ഓർ സ്പെസിഫിക് ടു പ്ലാന്റ്സ് ആണ്. ന്യൂ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഫ്രം സ്റ്റെം, റൂട്ട്, ലീഫ്. ഉദാഹരണം, സ്റ്റെമ്മിൽ നിന്ന് പൊട്ടാറ്റോ. അല്ലെ, പൊട്ടാറ്റോ ഇസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സ്റ്റെമ്മാണ്. അപ്പോൾ പൊട്ടാറ്റോയിൽ നിന്ന് ബഡ് ഉണ്ടാവുന്നു, സ്റ്റെമ്മിൽ നിന്നാണ് ബഡ്, അത് പുതിയൊരു ഓർഗാനിസമായി മാറുന്നു. സോ സ്റ്റെമ്മ്, പൊട്ടാറ്റോ. പിന്നെ ബ്രയോഫൈലം, ഇലമുളച്ചി എന്നൊക്കെ പറയുന്ന ചെടി. ഇലയുടെ സൈഡിൽ നിന്ന് ബഡ് ഡെവലപ്പ് ചെയ്തു, ആ ബഡാണ് പുതിയ ചെടിയായി മാറുന്നത്. അപ്പൊ ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടായി മാറുകയാണ്. പിന്നെ റൂട്ട്സ്, ഗ്രാസ്, പിന്നെ ക്യാരറ്റ്, ഇതൊക്കെ റൂട്ടാണ്. അപ്പൊ റൂട്ട്സിൽ നിന്ന് പുതിയ ചെടി ഉണ്ടായി മാറുന്നു. അപ്പൊ ഇങ്ങനെ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാവുന്നതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയും. പിന്നെ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ പേര് പോലെ തന്നെ നമ്മൾ ടിഷ്യൂസിനെയോ സെല്ലിനെയോ, നമുക്കറിയാം ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ്. സിമിലർ ഫങ്ഷൻസും സിമിലർ ഒറിജിനുമുള്ള സെല്ലിന്റെ ഗ്രൂപ്പിനെയാണ് ടിഷ്യൂസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള ടിഷ്യൂസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു റീജിയൻസിൽ നിന്ന് നമ്മൾ ഇത്തരം ടിഷ്യൂസിനെ ടോട്ടിപൊട്ടന്റ് ആയ ടിഷ്യൂസ്, ടോട്ടിപൊട്ടന്റ് ആയ സെല്ലുകൾ, അതായത് എബിലിറ്റി ഓഫ് എ സെൽ ടു ബിക്കം കംപ്ലീറ്റ് ഓർഗാനിസം, അതാണ് ടോട്ടിപൊട്ടൻസി. അപ്പൊ അങ്ങനെയുള്ള എബിലിറ്റി ഉള്ള ടിഷ്യൂസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതൊരു കൾച്ചർ മീഡിയത്തിൽ വളർത്തി ഗ്രോത്ത് മീഡിയം ഒക്കെ കൊടുത്ത് നമ്മൾ അതിനെ ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസംസ്, പുതിയ ചെറിയ ചെടികളാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് ടിഷ്യൂ കൾച്ചർ. ന്യൂ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഫ്രം സെൽസ് ഓർ ടിഷ്യൂസ് ഓഫ് പാരന്റ് പ്ലാന്റ് ക്യാൻ ബി യൂസ് ടു ഗ്രോ ഡിസീസ് ഫ്രീ പ്ലാന്റ്. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഡിസീസ് ഫ്രീ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ തന്നെ എന്താ പറയുക, ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മാക്സിമം പ്രിക്കോഷൻസ് നമ്മൾ എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്.
ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ടിഷ്യൂ സാമ്പിൾസ് ആർ സ്ക്രാപ്ഡ് ഫ്രം പാരന്റ് പ്ലാന്റ്സ്. നമ്മൾ ടിഷ്യൂ സാമ്പിൾ പാരന്റ് പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്തു. അതിനുശേഷം ഒരു ഗ്രോത്ത് മീഡിയം, വളർച്ചാ മാധ്യമം, ഹോർമോൺസും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം നമ്മൾ എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ടിഷ്യൂ സാമ്പിൾ അതിനകത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ ടിഷ്യൂ സാമ്പിളിലേക്ക് ഈ ന്യൂട്രിയൻസും ഈ ഹോർമോൺസും ഒക്കെ കാര്യങ്ങൾ ലഭിക്കും അതിന് തീർച്ചയായിട്ടും. അങ്ങനെ ആ ടിഷ്യൂ എന്ത് ചെയ്യുന്നു, സാപ്ലിങ്സ് ആയിട്ട് മാറാണ്. മീൻസ് ചെറിയ ചെറിയ എന്താ പറയുക, പ്ലാന്റ്ലെറ്റ്സ് ആയിട്ട് മാറാണ്. ചെറിയ ചെറിയ കുഞ്ഞു പ്ലാന്റ്സ് ആയിട്ട് മാറും. സാമ്പിൾസ് ഡെവലപ്പ് ഇൻ ടു ടൈനി പ്ലാന്റ്ലെറ്റ്സ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഓരോന്നും വേറെ മാറ്റിയിട്ട് കമ്പോസ്റ്റ്, കണ്ടോ, പ്ലാന്റ്ലെറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ടു പ്ലാന്റഡ് ഇൻ ടു കമ്പോസ്റ്റ്. വളം ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ ചെടികളെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് ടിഷ്യൂ കൾച്ചർ എക്സ്പ്ലനേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള വ്യത്യാസം, സെക്ഷനിൽ 2 പേരന്റ് വേണം എന്നുള്ളതാണ്, ഓപ്പോസിറ്റ് സെക്സ്. 2 പേരന്റ് വേണം ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഒരു മെയിൽ പാരന്റും ഒരു ഫീമെയിൽ പാരന്റും. ഈ മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവർ ഗാമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്യണം, ഫെർട്ടിലൈസേഷൻ. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്ത് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറി പിന്നീട് അത് കുഞ്ഞായി മാറണം. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലുണ്ട്. 2 പാരന്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഒരു ചിത്രം നോക്കിയേ, മെയിൽ പാരന്റ് ക്രോമോസോം നമ്പർ 12 ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഫീമെയിൽ പാരന്റും അഗൈൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ. മനുഷ്യന്റെ കേസ് ആണെങ്കിൽ ക്രോമോസോം നമ്പർ വിൽ ബി 46, ഫീമെയിലും മെയിലും 46. ഓക്കെ. ഇനി മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും ഓവവും ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോമായി മാറുന്നു. നമുക്കറിയാം മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. മിയോട്ടിസ് എന്ന് പറയുമ്പോൾ തന്നെ റിഡക്ഷൻ ഡിവിഷൻ ആണ്. റിഡക്ഷൻ ഡിവിഷൻ, മിയോസിസ്. 9ാം ക്ലാസ്സിൽ സെൽ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമോസോം ഹാപ്ലോയിഡ് ആയി മാറി, N ആയി മാറി. മെയിൽ ജേം സെല്ലായ സ്പേമിലേക്ക് വരുമ്പോൾ ക്രോമോസോം നമ്പർ 46ൽ നിന്ന് നേരെ പകുതി 23 ആയി. റെഡി. ഫീമെയിലിന്റെ കേസിൽ ഫീമെയിൽ ജേം സെൽ, അതായത് എഗ് എന്ന് പറയും അല്ലെ, എഗ്. അപ്പൊ അതിന്റെ കേസിൽ വരുമ്പോൾ ക്രോമോസോം നമ്പർ നേരെ പകുതിയായി മാറി. പ്ലാന്റിന്റെ കേസിലാണ്. പ്ലാന്റിന്റെ കേസിൽ മെയിൽ ഗാമീറ്റ് എന്ന് പറയാം, മെയിൽ ഗാമീറ്റ് ഓർ മെയിൽ ജേം സെൽ. മനസ്സിലായോ? ഈ 23 കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്നാൽ സൈഗോട്ട് ഉണ്ടായി. അപ്പോൾ 23 കൂടി ചേർന്ന് സൈഗോട്ടിൽ 46. അപ്പൊ ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. ഉണ്ടാവുന്ന കുട്ടിക്കും 46 നമ്പർ ഓഫ് ക്രോമോസോം. മനസ്സിലായല്ലോ? ഇതാണ് സംഭവിക്കുക. ഓക്കെ. മെയിൽ പാരന്റ്, ഫീമെയിൽ പാരന്റ്. മെയിൽ പാരന്റ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, മെയിൽ ഗാമീറ്റ്, മെയിൽ ജെം സെൽ, അതിൽ നേരെ പകുതി ക്രോമോസോം. ഫീമെയിൽ പാരന്റ് ഓവം അഥവാ എഗ് പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽ ജെം സെൽ, പകുതി ക്രോമോസോം വരുന്നു. റിഡക്ഷൻ ഡിവിഷൻ, മിയോസിസ് ആണ് നടക്കുന്നത്. ക്രോമോസോം നമ്പർ റെഡ്യൂസ് ടു ഹാഫ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഇറേഴ്സ് സംഭവിക്കുന്നുണ്ട്. ചെറിയ ഇറേഴ്സ് എക്സാക്ട് സെയിം ആയിട്ട് കോപ്പി ചെയ്യപ്പെടുന്നില്ല. ഈ ഇറേഴ്സ് 2 കേസിലും സംഭവിക്കുന്നുണ്ട്. വേരിയേഷൻസ് ധാരാളമായി ഉണ്ടാവും. വേരിയേഷൻസ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് വിൽ ബി മോർ കമ്പയർഡ് ടു എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ മെയിൽ ജേം സെൽ, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കാം. മെയിൽ ജേം സെൽ അഥവാ മെയിൽ ഗമീറ്റ്, ഇപ്പൊ നമ്മൾ സ്പേം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ചെറുതാണ്, സൈസ് വളരെ ചെറുതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ടെയിൽ ഉള്ളത് കൊണ്ട്, ഇദ്ദേഹത്തിന് ഒരു വാലുണ്ട്. സോ ഇറ്റ് ഈസ് മോട്ടൈൽ, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഫീമെയിൽ ജേം സെല്ലിന്റെ പ്രത്യേകത, ഫീമെയിൽ ഗാമേറ്റ് അഥവാ ഓവത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം വലിപ്പമുള്ളവരാണ്, ബിഗാണ്, സ്വന്തമായി ചലിക്കാൻ സാധിക്കുന്നില്ല, നോൺ മോട്ടൈൽ ആണെന്ന് ഓർത്തു വെക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. പ്ലാന്റിന്റെ കേസിൽ ഈ മെയിൽ ജേം സെൽ കാണപ്പെടുക പോളൻ ഗ്രെയിൻ്റെ അകത്താണ്. പോളൻ ഗ്രെയിൻ്റെ അകത്താണ് മെയിൽ ഗമേറ്റ് കാണുക. മനുഷ്യന്റെ കേസിൽ സ്പേം ആണ് മെയിൽ ഗമേറ്റ്. പ്ലാന്റിന്റെ കേസിൽ ഓവം, ഫീമെയിൽ ജേം സെൽ എന്ന് പറഞ്ഞാൽ എഗ് സെല്ലാണ്. ഓവറിക്കകത്തുള്ള എംബ്രിയോ സാക്കിൽ കാണുന്നു. മനുഷ്യന്റെ കേസിൽ അത് ഓവം, എഗ് ആണ്.
ഒന്ന് ഓർത്തു നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആദ്യം ഫ്ലവർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന പ്ലാന്റിന്റെ ഭാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ടിപ്പിക്കൽ ബൈസെക്ഷൽ ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അതിന് 4 എസെൻഷ്യൽ വോൾസ് ഉണ്ട്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് സെപ്പൽസ് ആണ്. ഈ പൂ പറിക്കുന്ന സമയത്ത് അതിന് താഴെ കാണുന്ന പച്ച നിറത്തിലുള്ള ഭാഗമാണ് ഈ കാലിക്സ്. അതിൽ ഓരോ യൂണിറ്റുകളെ സെപ്പൽ എന്ന് പറയുന്നു, സെപ്പൽസ്. പിന്നെ കൊറോളയാണ്. കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് പെറ്റലാണ്. ഒരു പൂവിന് അതിന്റെ ഭംഗി കൊടുക്കുന്ന ഇൻസെക്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യിക്കുന്ന തരത്തിൽ കളർഫുൾ ആയിട്ടുള്ള ഭാഗം ഇറ്റ്സ് പെറ്റൽ. അപ്പൊ കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് പെറ്റൽസ്. ഇവിടെ നമുക്ക് പെറ്റൽസ് കാണാൻ സാധിക്കും. പിന്നെ ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം. അതിൽ ഓരോന്നിനെയും നമ്മൾ സ്റ്റെയ്മൻ എന്നാണ് പറയാം. സ്റ്റെയ്മൻ കാണാം. സ്റ്റെയ്മനിൽ വരുന്ന ഭാഗങ്ങൾ ഈ കാണുന്ന ഫിലമെന്റും ആന്തറും, ഫിലമെന്റും ആന്തറും, ഫിലമെന്റും ആന്തറും, ഫിലമെന്റും ആന്തറും. ഇത് മൊത്തത്തിൽ ആൻഡ്രീഷ്യം. ഇതിൽ ഒരു യൂണിറ്റിനെ നമ്മൾ സ്റ്റെയ്മൻ എന്ന് പറയും. ഫീമെയിൽ യൂണിറ്റിനെ പിസ്റ്റിൽ എന്ന് പറയുന്നു. ഗൈനീഷ്യമാണ്, പിസ്റ്റിലാണ്. പിസ്റ്റിലിന്റെ ഭാഗങ്ങൾ സ്റ്റിഗ്മ, പോളൻ ഗ്രെയിൻ വന്ന് വീഴുന്ന ഭാഗം സ്റ്റിഗ്മ, ദെൻ സ്റ്റൈൽ റീജൻ ഉണ്ട്, ഓവറി വരുന്നുണ്ട്, അതിനകത്ത് ഓവ്യൂൾ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ. ഇത്രയും ഭാഗങ്ങൾ ഓർത്തു വെക്കണം. ഇനി ബൈസെക്ഷൽ, യൂണിസെക്ഷൽ ഫ്ലവർ എന്താ? ഒരു ഫ്ലവറിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രസന്റ് ആണെങ്കിൽ അത്തരം ഫ്ലവറിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയാം. അതായത് മെയിൽ സെക്സ് ഓർഗനായ സ്റ്റെയ്മനും ഫീമെയിൽ സെക്സ് ഓർഗനായ പിസ്റ്റിലും ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കാം. ഉദാഹരണം ചെമ്പരത്തി, മസ്റ്റാർഡ്, ഇതൊക്കെ ബൈസെക്ഷൽ ഫ്ലവറാണ്. ഇനി പപ്പായ പോലുള്ള ചെടികളുടെ പ്രത്യേകത, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുഷ്പങ്ങൾ, പൂക്കൾക്ക് ഒന്നുകിൽ സ്റ്റെയ്മൻ മാത്രം കാണും, അല്ലെങ്കിൽ പിസ്റ്റിൽ മാത്രം കാണും. പിസ്റ്റിലേറ്റ് ഫ്ലവറും സ്റ്റാമിനേറ്റ് ഫ്ലവറും. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയും. കണ്ടെയ്ൻസ് ഐദർ, ഒന്നുകിൽ പിസ്റ്റിൽ ഓർ സ്റ്റെയ്മൻ. അപ്പൊ അങ്ങനെ കാണുന്ന ഫ്ലവറിനെ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം പോളിനേഷൻ നടക്കണം, അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ പോളൻ ഗ്രെയിനകത്താണ് ഗമീറ്റുകൾ ഉള്ളത്. അപ്പൊ പോളൻ ഗ്രെയിൻസ് ആദ്യം ആൻഡറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് വരണം. ദാറ്റ് ഈസ് പോളിനേഷൻ. അത് തന്നെ 2 തരം പോളിനേഷൻ ഉണ്ട്. സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ മാത്രം സംഭവിക്കേണ്ടതാണ്. ഒരു ചെടിയിൽ വ്യത്യസ്ത പൂക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ സെൽഫ് പോളിനേഷൻ 2 രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഒരു ചെടിയുടെ ഒരു പൂവിന്റെ ആന്തർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ അതേ പൂവിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാം, സെൽഫ് പോളിനേഷൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെടിയിലെ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ സ്റ്റിഗ്മയിൽ വീഴാം, അതും സെൽഫ് പോളിനേഷൻ. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറന്റ് ചെടികളായിരിക്കും. 2 വ്യത്യസ്ത ചെടികളുണ്ട്. ആ 2 വ്യത്യസ്ത ചെടികൾ എന്ന് പറയുമ്പോഴും അവർ ഒരേ സ്പീഷീസ് ആയിരിക്കണം. ഒരേ സ്പീഷീസിൽ വരുന്ന 2 വ്യത്യസ്ത ചെടികൾക്കിടയിൽ നടക്കുന്ന പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ആണ്. ഡിഫറന്റ് ഫ്ലവർ ഓഫ് ഡിഫറന്റ് പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷീസ്. ഇനി ഏജന്റുകൾ ഉണ്ട്. പോളിനേഷൻ നടത്താൻ സഹായിക്കുന്ന ചില ഏജന്റുകൾ. ആനിമൽസ് ഉണ്ട്, അല്ലെ? വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അല്ലെ? ഡിഫറെന്റ് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. ഇനി അങ്ങനെ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിന് പോളൻ ട്യൂബ് ജനറേറ്റ് ചെയ്യും. ഈ പോളൻ ട്യൂബിനകത്തൂടെ 2 ഗാമീറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ 2 മെയിൽ ഗാമീറ്റും പോളൻ ട്യൂബിലൂടെ നേരെ ഓവറിയിലേക്ക് വരും. കീമോട്രോപിക് മൂവ്മെന്റ് ആണ്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അങ്ങനെ 2 ഗാമീറ്റുകൾ ഉണ്ടല്ലോ. അതിൽ ഒരു ഗാമീറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് ഈ എംബ്രിയോ സാക്കിലെ എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. പിന്നീട് അത് എംബ്രിയോ ആവും, വിത്തായി മാറും. മറ്റൊരു ഗാമീറ്റ് പോളാർ ന്യൂക്ലിയസുമായി ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം ഫോം ചെയ്യും. എൻഡോസ്പേം
അത് നറിഷ്മെന്റ് കൊടുക്കുന്നു. സൈഗോട്ട് ഈ എംബ്രിയോന് നറിഷ്മെന്റ് കൊടുക്കുന്ന എൻഡോസ്പേമായി മാറുന്നു. പോളിനേഷൻ നടക്കുന്നു, ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ്, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്തൊക്കെ? ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം പൂക്കളുടെ ബാക്കി ഭാഗങ്ങൾക്ക് നടക്കുന്ന മാറ്റങ്ങൾ എന്ത്? നമുക്കറിയാം, സൈഗോട്ട് ഫോം ചെയ്തത് എംബ്രിയോ ആയി മാറി, ഓവ്യൂൾ സീഡായി മാറി, സീഡിനകത്താണ് എംബ്രിയോ ഉള്ളത്, ഓവറി ഫ്രൂട്ടായി മാറുന്നു അല്ലെ, ഓവറി ഫ്രൂട്ടായി മാറുന്നു. അങ്ങനെ വിത്തായി മാറിക്കഴിഞ്ഞാൽ വിത്തിന്റെ കോട്ടിലിടൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലെ, ഈ പരിപ്പ്, വിത്തിന്റെ ആ പരിപ്പ് കോട്ടിലിടൻ. കോട്ടിലിടനിലാണ് സ്റ്റോർഡ് ഫുഡ് ഉള്ളത്. ആ സ്റ്റോർഡ് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ വളരുന്ന എംബ്രിയോന് കൊടുക്കുന്നു. ഇനി ഒരു വിത്ത്, നമ്മൾ ജെർമിനേറ്റിംഗ് വിത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 ഭാഗങ്ങൾ കാണാം, റാഡിക്കൽ ആൻഡ് പ്ലമ്യൂൾ. ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ നിരവധി വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. റാഡിക്കൽ ആയതുകൊണ്ട് ഫ്യൂച്ചർ റൂട്ടായി മാറുന്നു എന്ന് ഓർത്തു വെക്കുക. പ്ലമ്യൂൾ അപ്പോൾ ഷൂട്ട് സിസ്റ്റമായി മാറുന്നു. ഞാൻ പറഞ്ഞു ഓവറി ഫ്രൂട്ടായി മാറുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളായ പെറ്റൽസും സെപ്പൽസും അത് ഫാൾ ഓഫ് ചെയ്യപ്പെടും. പേരയ്ക്കയിൽ നമ്മൾ നോക്കിയാൽ സെപ്പൽസ് കാണാൻ സാധിക്കുന്നുണ്ടാവും, ചില ചെടികളിൽ അത് ചെറുങ്ങനെ കാണാൻ സാധിക്കും. ജെർമിനേഷൻ എന്താ നമുക്കറിയാം, സീഡിൽ നിന്ന് സീഡ്ലിംഗ് വളർന്നു വരുന്ന പ്രത്യേകത പ്രോസസ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് സീഡാണ് ജെർമിനേഷൻ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻസിലേക്ക് എത്തുന്ന സമയത്ത് ദ ഫിഗർ ഷോസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറി which is considered to be the primary sex organ in female body. Female ബോഡിയിലെ പ്രൈമറി സെക്സ് ഓർഗൻ ദാറ്റ് ഈസ് capable of producing gametes. ഗമീറ്റ്സിനെ റിലീസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള, റീപ്രൊഡക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഉള്ള ഓർഗനാണ് ഓവറി. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് പ്രൈമറി സെക്സ് ഓർഗൻ. പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ദാറ്റ് ഈസ് ഓവറി, and this is our ovary, okay, which is capable of releasing ovum or egg. Clear alle? ആണ് പറയുന്നത് produces ovum. One egg is produced every month by one of the ovary. ഓരോ 28 ദിവസം 28-30 ദിവസം കൂടുമ്പോൾ ഓരോ ഓവറികളും റിലീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം 2 ഓവർ റിലീസ് ചെയ്യില്ല. ദെൻ ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗം, കളക്ട് ചെയ്യാൻ ഫിബ്രി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, കളക്ട് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഭാഗം അഥവാ ഓവി ഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തുന്നു. ഓവി ഡക്റ്റ് അഥവാ ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഫലോപ്പിയൻ ട്യൂബ്. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഫലോപ്പിയൻ ട്യൂബ്. ദ സൈറ്റ് വെയർ ഓവം ഫ്യൂസ് വിത്ത് സ്പേം. ഓവംസ് ഫ്യൂസ് വിത്ത് സ്പേം, അതായത് ഗമീറ്റ് കോമ്പിനേഷൻ നടക്കുന്നത്, ഫ്യൂസ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റിലാണ്. അപ്പോ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഏതാണെന്ന് ചോദ്യം ചോദിച്ചാൽ ആൻസർ വിൽ ബി ഫലോപ്പിയൻ ട്യൂബ് ഓർ യു ക്യാൻ സേ ഓവിഡക്റ്റ്. പിന്നെ കുഞ്ഞ് ഉൾക്കൊള്ളുന്ന ഭാഗം, പ്രഗ്നൻസി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വളരും. ആ കുഞ്ഞ് വളരേണ്ട റീജിയൻ ആണ് യൂട്രസ്. ഹൗസിംഗ് or houses the growing fetus during gestation. ഗർഭകാലത്ത്, gestation means ഗർഭകാലം. During gestation period, our baby or our fetus will be housed inside uterus. ഇനി ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ഭാഗം സെർവിക്സിലൂടെ, സെർവിക്സ് ഇസ് നെക്ക് ഓഫ് യൂട്രസ്, സെർവിക്സിലൂടെ നേരെ വജൈന വഴി പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് വജൈനയെ ബർത്ത് കനാൽ എന്ന് വിളിക്കാറുണ്ട്. വജൈനയിലൂടെയാണ് നോർമൽ ഡെലിവറി സമയത്ത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞ് വജൈനയിലൂടെ പുറത്തേക്ക് വരും. ഇതേ വജൈനയിലൂടെ തന്നെയാണ് ഇൻസെമിനേഷൻ നടക്കുകയും ചെയ്യുന്നത്. സോ വജൈന റിസീവ് സ്പേം ആൻഡ് ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്. സെർവിക്സ്, പാസേജ് ഓഫ് സ്പേം ടു ദി മുകളിലേക്ക്, അപ്പർ സൈഡ്. കുഞ്ഞ് വരുന്നതും ആ ഒരു നെക്ക് ഓഫ് യൂട്രസിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. Then this is ovum, female gamete which is larger and non-motile. Large ആണ്, non-motile. സോ ഇതിന് ന്യൂക്ലിയസ് എന്ന സ്ട്രക്ചർ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ഏറ്റവും പുറത്ത് സോണ പെല്യൂസിഡ എന്ന് പറയുന്ന ലെയർ ഉണ്ട്, സോണ പെല്യൂസിഡ. സോ
we know that many sperms reaches ovum at the same time. ഓവത്തിന്റെ അടുത്തേക്ക് ഒരുപാട് സ്പേം വരും. Out of these sperm, only one sperm is able to fuse with the ovum. Okay, ഒരുപാട് സ്പേം ഓവത്തിനടുത്ത് എത്തുന്നുണ്ടെങ്കിലും അതിൽ ഒരു സ്പേമിന് മാത്രം ഓവത്തിനകത്ത് പ്രവേശിച്ച് ആ സ്പേമിന്റെ ന്യൂക്ലിയസും ഓവത്തിന്റെ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് സഹായിക്കുന്നത് ഇവിടെ സോണ പെലൂസിഡ. ഒരു സ്പേം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ കെമിക്കൽ ബാരിയർ പ്രൊഡ്യൂസ് ചെയ്ത് ബാക്കിയുള്ള സ്പേമിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യും. സോണ റിയാക്ഷൻ എന്നാണ് പറയാ. ഈ കണ്ടീഷനെ മോണോസ്പെർമി എന്നും പറയും. മോണോസ്പെർമി. മോണോ മീൻസ് ഒന്ന്, സ്പെർമി മീൻസ് ഒരു സ്പേം. ഒരു സ്പേം മാത്രം ഇതിനകത്ത് കയറുന്നു. മനസ്സിലായല്ലോ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എ പെയർ ഓഫ് ടെസ്റ്റിക്കിൾസ് ആണ്, ടെസ്റ്റിസ്. And this testis is considered to be the primary sex organ in male because testis will produce sperm, the male gamete that is responsible for the reproduction. അല്ലേ? ഒരു പുതിയ കുട്ടി ഉണ്ടാവണമെങ്കിൽ സ്പേം ആണ് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വിത്തൗട്ട് സ്പേം എ മെയിൽ cannot become father. So that is the reason why testis is regarded as primary sex organ in male. മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ അത് ടെസ്റ്റിസ് ആണ്, ദ ഗൊഡാഡ് ടെസ്റ്റിസ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഗമീറ്റ് സ്പേം. മെയിൽ ഗാമീറ്റ് ഏതാണ്? സ്പേം ആണ്. അപ്പൊ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്ത ഗമീറ്റിനെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യു ഹാവ് ഗോട്ട് എ ഡക്ട് സിസ്റ്റം ഹിയർ. ദ ഡക്ട് സിസ്റ്റം ഈസ് കോൾഡ് വാസ് ഡിഫറൻസ് ഓർ സ്പേം ഡക്ട്. വാസ് ഡിഫറൻസ് അഥവാ സ്പേം ഡക്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് യൂറീറ്ററിന്റെ ബാക്ക് സൈഡിലെ കൂടി മുന്നിലേക്ക് വന്ന് യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുക. യുറീത്ര. ആൻഡ് യുറീത്ര ഈസ് കൺസിഡേർഡ് ടു ബി കോമൺ പാസേജ് ഫോർ ബോത്ത് സ്പേം ആൻഡ് യൂറിൻ. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം കടന്നു പോകുന്നത് യുറീത്ര വഴിയാണ്. ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ സ്പേം പുറത്തേക്ക് വരുന്നതും through the same opening only, that is urethra. Urethra ഇതിനകത്തുള്ളത് a cylindrical structure called penis. പെനിസ് അല്ലെങ്കിൽ പീനസ് ഓർ പെനിസ്. പെനിസിന്റെ അകത്താണ് യുറീത്ര ഉള്ളത്. ഈ പെനിസിന്റെ അല്ലെങ്കിൽ പീനസിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് സ്പേസസ് ഉണ്ട്, ബ്ലഡ് കാപ്പിലറീസ്. അപ്പൊ ഈ സ്പേസസിന്റെ അകത്തേക്ക് അണ്ടർ സെക്ഷുവൽ സ്റ്റിമുലേഷൻസ്, ഓക്കെ, under sexual stimulation or when excited, large amount of blood flows through the blood capillaries and fills these sinuses. ഇതിനകത്തുള്ള സ്പേസസിലേക്ക് ബ്ലഡ് ഫിൽ ചെയ്യും. At that time, penis will become rigid and it will become erect. Erection സംഭവിക്കുന്നു. Okay? അത് erect ആവും. And the erection of the penis help in the process of copulation or mating. Matingന് വേണ്ടി, സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി പെനിസിന്റെ ഇറക്ഷൻ എന്ന അവസ്ഥ സഹായിക്കുന്നു. ക്ലിയർ? പിന്നെ ഇവിടെ ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് തുടങ്ങിയ ഗ്ലാൻഡുകൾ ഉണ്ട്. ഇതൊക്കെ കുറെ സെക്രീഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. സ്പേമിന്റെ മൂവ്മെന്റിനും സ്പേമിനെ നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആക്കുന്ന സെക്രീഷൻസ് ഉണ്ട്. പിന്നെ വജൈനയുടെ ആസിഡിക് എൻവിറോൺമെന്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിലും ഇതൊക്കെ സഹായകരമാവുന്നുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. And here show the structure of sperm. Sperm is smaller and motile. Motile because of the presence of the tail, which help in the movement. And in order to swim or in order to move, it require energy. It needs energy. And energy producing cell organelle is mitochondria. So sperm contains mitochondria that is embedded in the middle piece. Middle piece of the sperm contains mitochondria which will provide energy for the movement of the sperm. Sperm, by the lashing movement of the tail, it will move. For that purpose, it requires energy, and the energy is provided by the mitochondria embedded inside the മിഡിൽ പീസ്. ഈ സ്പേമിന്റെ ന്യൂക്ലിയസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡ് എന്ന് പറയുന്ന റീജിയനിലാണ്. സ്പേമിന്റെ റീജിയൻ ആണ് ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഈ ഹെഡിലാണ്
ന്യൂക്ലിയസ് ഉള്ളത്. അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ അക്രോസോം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ് സം സോർട്ട് ഓഫ് എൻ എൻസൈം കോൾഡ് ലൈക്ക് ഹയോൾഡറിനൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഹെൽപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ഡിസോൾവിംഗ് ദി എഗ് മെംബ്രെയിൻ. അല്ലെ, എഗ് മെംബ്രെയിൻ ഡിസോൾവ് ചെയ്യുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ ഉണ്ട് അക്രോസോം എന്ന് പറയുന്ന റീജിയൻ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇൻസെമിനേഷൻ. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇൻസെമിനേഷൻ. ഇൻസെമിനേറ്റ്, സെമനെ ഉള്ളിലാക്കുക. സെമനെ ഉള്ളിലാക്കുക. ദ പ്രോസസ് ഓഫ് ഡിപ്പോസിഷൻ ഓഫ് സെമൻ ഇൻ ടു ദി ഫീമെയിൽ വജൈന. ഫീമെയിലിന്റെ വജൈനയിലേക്ക് സെമനെ ഇഞ്ചക്ട് മീൻസ് സെമനെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് ഇൻസെമിനേഷൻ. Then after that, the semen which contain the sperm will reaches the fallopian tube. The sperm will reach the fallopian tube and gets fused with. One sperm will get fused with the ovum. That is fertilization. Second event. Fusion of sperm and ovum take place in the fallopian tube or oviduct. It's called site of fertilization is fallopian tube. Then zygote is formed. Zygote start developing to form embryo. Then fetus. അവിടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. പ്ലാസെൻ്റ ഡെവലപ്പ് ചെയ്യുന്നു. പ്ലാസെൻ്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഡെവലപ്പിംഗ് എംബ്രിയോ, ഡെവലപ്പിംഗ് ഫീറ്റസിന് ഭക്ഷണം, ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഡെവലപ്പിംഗ് ഫീറ്റസ് വേസ്റ്റ് ബെറ്റിൽ തിരിച്ച് കളക്ട് ചെയ്ത് പ്ലാസെൻ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്ന പീരീഡ്, സൈഗോട്ടിൽ നിന്ന് ഗർഭം ധരിച്ചതിന് ശേഷം കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്ന കാലഘട്ടം, ഇതിനെ നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുക. പ്രസവം നടക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള ഗർഭകാലഘട്ടം, ജസ്റ്റേഷൻ പീരീഡ്. മനുഷ്യന്റെ കേസിൽ 280 ദിവസം, ഓർ വി കൻ സേ 9 months 10 days ആണ് മനുഷ്യന്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ചൈൽഡ് ബർത്ത്, പാർച്ചുറേഷൻ നടക്കുന്നു. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത് ആണ് പാർച്ചുറേഷൻ. ബ്രിങ്ങിങ് ഫോർത്ത് എ മെച്യൂർ ഫീറ്റസ് ഫ്രം ദ യൂട്രസ് ആണ് പാർച്ചുറേഷൻ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. 8th ക്ലാസ്സിൽ റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ യു ഹാവ് ഓൾറെഡി ലേൺഡ് ഓൾ ദീസ് തിങ്സ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ മെന്റ് ടു അട്രാക്ട് ഓപ്പോസിറ്റ് സെക്സ് വിച്ച് ഹെൽപ്പ് ടു ഡിസ്റ്റിങ്വിഷ് മെയിൽ ഫ്രം ഫീമെയിൽ. ഓക്കെ, ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ സഹായകരമാണ്. മെയിലിനെയും ഫീമെയിൽസിനെയും വേർതിരിക്കുന്നത്, മെയിലിന്റെ ഫീച്ചേഴ്സ് ഇന്നതൊക്കെയാണ്, ഫീമെയിലിന്റെ ഫീച്ചേഴ്സ് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് മെയിലിനെയും ഫീമെയിലിനെയും വേർതിരിക്കാൻ സഹായിക്കുന്നതും ഇതേ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും, നേരിട്ട് റീപ്രൊഡക്ഷനിൽ ഇതിന് സാധ്യത, അല്ലെങ്കിൽ നേരിട്ട് റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിൽ ഇതിന് പങ്കില്ല എങ്കിലും മെയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ ഹെൽപ്ഫുൾ ആണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഉദാഹരണം, ഹെയർ ഗ്രോത്ത്, രോമ വളർച്ച, ആംപിറ്റ്സ് കക്ഷത്തിലും, ലിംസ്, പ്യൂബിക് ഏരിയ, അതായത് പ്യൂബിക് ഏരിയ പ്രൈവറ്റ് ഏരിയാസ് ആണ്, കൈകാലുകളിലെ രോമ വളർച്ച, ഇതൊക്കെ കോമൺ ആണ്, ബോയ്സിലും ഗേൾസിലും കോമൺ ആയി സംഭവിക്കുന്നത്. പിന്നെ ഓയിലി സ്കിൻ, ഡെവലപ്മെന്റ് ഓഫ് പിമ്പിൾ. The activity of sweat gland and sebaceous gland will be more, which cause an oily appearance on our skin, and this oily appearance will result in the formation of pimple. When this get blocked, the sebum will get accumulated here, causing these pimples, acne and all. Then development of germ cell. രണ്ടു പേരിലും, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും germ cell, സ്പേമും ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഫീമെയിൽസിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രേഷൻ. ഫീമെയിലില് മെച്യൂർ ഓവർ റിലീസ് ചെയ്യപ്പെടുന്നു. മെച്യൂർ ഓവർ റിലീസ് ചെയ്യുമ്പോൾ ഓരോ മാസത്തിലും ഗർഭപാത്രം, their uterine wall gets thickened, ബ്ലഡ് വെസൽസ് ധാരാളം ബ്ലഡ് കൊണ്ടുവരുന്നു അവിടെ. ആൻഡ് ഫെർട്ടിലൈസേഷൻ നോട്ട് occurring means this everything will shed off along with the unfertilized egg. This membrane and mucus along everything will come out of the vagina as bleeding. It's called menstruation. ഗേൾസിൽ മെൻസ്ട്രേഷൻ കൂടാതെ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. യുനോ, ഗേൾസ് അല്ലെങ്കിൽ ഫീമെയിൽസ് ആണ് ഇൻ ഫ്യൂച്ചർ ദേ വിൽ ബിക്കം മദർ. ദേ വിൽ ബി ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് യങ് വൺസ് നീഡ് ടു ബി നറിഷ്ഡ്. അപ്പൊ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. സോ അവരുടെ മെമ്മറി ഗ്ലാൻഡ്സ് ഡെവലപ്പ് ചെയ്യും. മെമ്മറി ഗ്ലാൻഡ് ബ്രസ്റ്റിനകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് സ്റ്റാർട്ട് എൻലാർജിങ്, ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ്.
ദെൻ പിച്ച് വിൽ ബി ഹൈ പിച്ച്ഡ്, തുളച്ച് കയറുന്ന രീതിയിലുള്ള ശബ്ദം ഇസ് എ ഫീച്ചർ ഓഫ് ഫീമെയിൽസ്. മെയിലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ഹെയർ, മീശ താടി, ബിയാർഡ് ആൻഡ് മുസ്താഷ്, ക്രാക്കിംഗ് ഓഫ് വോയിസ് ക്രാക്ക് ചെയ്യും, പിച്ച് കുറയും, അവരുടെ വോയിസിന്റെ പിച്ച് കുറയും, എൻലാർജ്മെന്റ് ഓഫ് ലാരിങ്സ് ആൻഡ് പ്രൊട്രൂഡ് ലൈക്ക് ദി സ്ട്രക്ചർ കോൾഡ് ആദംസ് ആപ്പിൾ, ലാരിങ്സ് എൻലാർജ്മെന്റ് സംഭവിക്കുന്നു. മെൻസ്ട്രൽ സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു, യൂട്രൈൻ വാൾ പ്രിപ്പയർ എവരി മന്ത്, എല്ലാ മാസവും സ്ത്രീകളിൽ ഓവർ റിലീസ് ചെയ്യുമ്പോൾ their uterus will prepare. Uterus every now and then, every month they will be expecting a new one will be coming. They will be expecting that and they will prepare. യൂട്രസ് നന്നായിട്ട് പ്രിപ്പയർ ആയി, ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല തിക്കൻഡ് ആയി, യൂട്രസ് എൻഡോമെട്രി നല്ല രീതിയിൽ പ്രിപ്പയർ ആയി. അപ്പൊ ഈ ഓവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓവർ ഫെർട്ടിലൈസ്ഡ് ആണെങ്കിൽ ജസ്റ്റേഷൻ ചൈൽഡ് ബർത്ത് നടക്കും. ഓക്കെ, ഫെർട്ടിലൈസ്ഡ് അല്ല എങ്കിൽ യൂട്രൈൻ ലൈനിങ് ഒക്കെ ഷെഡ് ചെയ്യും, മ്യൂക്കസും അൺഫെർട്ടിലൈസ്ഡ് എഗും ഒക്കെ പുറത്തേക്ക് പോകും. അതാണ് മെൻസ്ട്രേഷൻ. ഈ സ്ത്രീകളിൽ പീരീഡ്സ് അഥവാ മെൻസ്ട്രേഷൻ സംഭവിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചില സിംറ്റംസ്: ലോവർ ബാക്ക് പെയിൻ, പിറകുവശത്ത് കുറച്ച് താഴെയായി വേദന, ഹെഡേക്ക്, ഫാറ്റീഗ്, തലവേദന, തളർച്ച, അബ്ഡോമിനൽ പെൽവിക് ക്രാമ്പിംഗ്, വയറുവേദന, അരക്കെട്ടിന്റെ അവിടെ വളരെ തീവ്രമായ വേദന അനുഭവപ്പെടും. ഇത് ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലായിരിക്കും. ചിലവർക്ക് പീരീഡ്സ് അത്ര പെയിൻ ഉണ്ടാവില്ല, എന്നാൽ ചില ആളുകൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിരിക്കും. ഇതേ സമയത്ത് ഗേൾസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് മൂഡ് സ്വിങ്സ്. അവർക്ക് പെട്ടെന്ന് എന്താ പറയുക, വൈകാരികമായി അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേദനയൊക്കെ വരുന്ന സമയത്ത് ദേ വിൽ ഷോ, ഈ ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഫേസ് ചെയ്യും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ഏറെയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അസെക്ഷൽ ഒരു പാരന്റ് മതി, സെക്ഷൽ 2 പാരന്റ് വേണം, സെക്ഷൽ ഗമീറ്റ് എഴുതണം, അങ്ങനെയൊക്കെ എഴുതാട്ടോ. സെക്ഷൽ ഗമീറ്റ് വേണം, അസെക്ഷൽ ഗമീറ്റ് വേണ്ട. സെക്ഷൽ ഗമീറ്റ് ഉണ്ടായത് ഫെർട്ടിലൈസേഷൻ ഉണ്ട്, അസെക്ഷൽ ഫെർട്ടിലൈസേഷൻ ഇല്ല. വേരിയേഷൻ കൂടുതൽ സെക്ഷലിലാണ്, വേരിയേഷൻ കുറവ് അസെക്ഷലിലാണ്. കോംപ്ലക്സ് ഓർഗാനിസം സെക്ഷൽ നടക്കുന്നുണ്ട്, അസെക്ഷൽ സിമ്പിൾ ഓർഗാനിസം നടക്കും. എക്സാമ്പിൾ ബാക്ടീരിയ, ഫംഗൈ, സ്പൈറോഗേറ, പ്ലാന്റ്, ആനിമൽ, ഹ്യൂമനിലൊക്കെ സെക്ഷലാണ് കൂടുതലായിട്ട് നടക്കുക. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ പ്രൊട്ടക്ഷൻ ഇല്ലാതെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള റോങ് ആയിട്ടുള്ള വേസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ there is a chance of getting sexually transmitted diseases, that is STD. ഓക്കെ, അത് വരുന്നതാണ് ഗൊണേറിയ. ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ഗൊണേറിയ, സിഫിലിസ് ബാക്ടീരിയ ആണ്. യുറിത്ര, റെക്ടം, സർവിക്സ് ഫീമെയിലിനെ ബാധിക്കുന്നതാണ് കേട്ടോ. സർവിക്സ് ഫീമെയിൽ, യുറിത്ര, റെക്ടം ഇതൊക്കെ ബാധിക്കും. ട്രീറ്റ്മെന്റ് ബാക്ടീരിയ ഡിസീസ് ആണ്, ആന്റിബയോട്ടിക് കൺസ്യൂം ചെയ്യാം. സിഫിലിസ് റിപ്രൊഡക്റ്റീവ് ഓർഗന്, ബ്രെയിനിന്, നെർവിന്, ഹാർട്ടിന്, ബ്ലഡ് വെസലിലേക്ക് ബാധിക്കും. ആന്റിബയോട്ടിക് ബിക്കോസ് ബാക്ടീരിയ ആണ് കോസ് ചെയ്യുക. ട്രിപ്പനോമ പാലിഡം എന്ന ബാക്ടീരിയം ഇവിടെയും, നെയ്സറിയ, ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയം മുകളിലും കോസ് ചെയ്യുന്നു. ഇനി എയ്ഡ്സ് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, രോഗപ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം. സോ അതാണ് എയ്ഡ്സ് എന്ന കണ്ടീഷന്റെ പ്രത്യേകത. അത് കോസ് ചെയ്യുന്ന വൈറസ് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നു. ആന്റി റെട്രോവൈറൽ തെറാപ്പിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. യഥാർത്ഥത്തിൽ മരുന്ന് കാര്യങ്ങളൊന്നും എയ്ഡ്സിന് കണ്ടെത്തിയിട്ടില്ല. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് കോൺട്രാസെപ്റ്റീവ് മെത്തഡ്സ്. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭനിരോധനത്തെയാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയാം. അതായത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കൃത്യമായ ഫാമിലി പ്ലാനിങ്ങിലുള്ളവർ പെട്ടെന്ന് ചിലപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കും. 1-2 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതി എന്ന് തീരുമാനിക്കും. അപ്പോൾ അവർ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിൽ ദേ വിൽ ബി യൂസിങ് സം extra protection, extra devices or extra protection which is meant by this term contraceptive. Avoiding unwanted pregnancy, family planning, maternal health. അമ്മയുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ കുഞ്ഞ് ഇപ്പോൾ തൽക്കാലം കൺസീവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. മെറ്റേണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞിപ്പോൾ വേണ്ട എന്ന തീരുമാനമാണെങ്കിൽ നമുക്ക് കോൺട്രാസെപ്റ്റീവ് ഒക്കെ യൂസ് ചെയ്യാം. ബർത്ത് കൺട്രോൾ പിൽസ്, ഗുളികകളുണ്ട്. കണ്ടെയ്ൻ കെമിക്കൽ ഇൻഹിബിറ്റിംഗ് പ്രഗ്നൻസി, അതിൽ കുറെ ഹോർമോൺസിന്റെ ഒക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, പ്രഗ്നൻസിയെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ഉണ്ട്, അതായത് ഫീമെയിൽസിന്റെ യൂട്രസിന്റെ ആ ഭാഗത്ത് വെക്കുന്ന, യൂട്രസിന്റെ തുടക്കത്തിൽ സർവൈക്കൽ റീജിയൻ വെക്കുന്ന ചില ഡിവൈസസ് ആണ്. മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കോപ്പർ, ക്യാൻ ബി യൂസ്ഡ് അപ് ടു 10 years, യൂസ്ഡ് ബൈ ഫീമെയിൽസ്.
പിന്നെ ബാരിയർ ഉണ്ട്, അതിലാണ് നമ്മളെ കോണ്ടം ഒക്കെ വരുന്നത്. പെനിസ് കവർ ചെയ്യുന്ന ഫീമെയില് പെനിസ് കവർ ചെയ്യുന്ന കോണ്ടംസ് ഉണ്ട്. പിന്നെ വെജൈനയിൽ വെക്കുന്ന തരം കോണ്ടംസും അവൈലബിൾ ആണ്. ഗേമീറ്റുകളെ ഒരിക്കലും മീറ്റ് ചെയ്യരുത് എന്നുള്ള ലക്ഷ്യത്തിൽ ഇപ്പോൾ കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിന്റെ പെനിസിലാണ് കവർ ചെയ്യുക. മെയിലിന്റെ സ്പേം ഒരിക്കലും ഫീമെയിൽ ബോഡിയിലേക്ക് വരില്ല. കോണ്ടത്തിന്റെ അകത്ത് തന്നെ സെമൻ ഡിസ്ചാർജ് ചെയ്ത് നടക്കും. പിന്നെ സർജറിയിലൂടെ ചെയ്യാം, അത് വാസക്ടോമിയും ട്യൂബാക്ടോമിയും ആണ്. ഫീമെയിൽസിൽ ട്യൂബാക്ടോമി ഓവി ഡക്റ്റ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്താണ്. വാസക്ടോമി മെയിലാണ്. വാസോഡൻ ആവശ്യമായി അല്ലേ, വാസോഡൻ ആണാണ്. അപ്പോൾ വാസക്ടോമി വാസോഡൻ, വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്നതാണ് വാസക്ടോമി മെയിൽസിലാണ് സംഭവിക്കുക. ഇത്രയുമാണ് ചുരുങ്ങിയ സമയത്തിൽ ഈ ചാപ്റ്റർ. 45 മിനിറ്റിനുള്ളിൽ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ സേഫ്.